ഇന്ന് നമുക്ക് ഈ കറി പോലും ആവശ്യമില്ലാത്ത വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അതും അടിപൊളിയാണ് സംഭവം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 ഗ്ലാസ് പച്ചരിയാണ്. 3 മണിക്കൂർ നമുക്ക് ആദ്യം കുതിർത്തി വെക്കാം. കുതിർത്തി വെച്ചതിന് ശേഷം നല്ല വൃത്തിയായി കഴുകിയെടുത്താണ്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലോട്ട് പകുതി ഇട്ട് കൊടുക്കാം. പകുതി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറിയ പീസ് ഇഞ്ചി ഇട്ടെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്താണ്. അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്തതിന് ശേഷം നല്ലോണം ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ മാറ്റാം. ഇനി നമുക്ക് ബാക്കി വന്ന പച്ചരി കൂടി നമുക്കിതുപോലെ അരച്ചെടുക്കേണ്ടതാണ്. അതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന മാവ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇതുപോലെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റാണ്, അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം മുളകും ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതുകൂടി നമുക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലകളൊക്കെ നല്ലോണം നമുക്ക് മിക്സായി കിട്ടണ്ടേ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് അപ്പക്കാരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പക്കാരം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ നല്ലോണം മിക്സാക്കി കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു കടായി വെച്ച് നല്ല ചൂടായതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂണ് ഓയിലോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഒരു കയ്യിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്യാരറ്റും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം നമുക്കിതുപോലെ അടച്ചു വെക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കണേ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത് കൂടി ഞാനിതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റും മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം നമുക്കിതുപോലെ വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണേ. ഇതും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പോലും ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.